ഓപ്പറേഷൻ തൂഫാനിൽ എറണാകുളം ജില്ലയിൽ 11 ദിവസത്തിനിടെ പിടിയിലായത് 210 പേർ. അരക്കോടിയിലേറെ വിലയുള്ള വിവിധ ലഹരി വസ്തുക്കളാണ് ജില്ലയിൽ നിന്ന് പിടികൂടിയത്. പെരുമ്പാവൂരിലടക്കം 650-ലേറെ റെയ്ഡുകളാണ് റൂറൽ പരിധിയിൽ നടന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ശക്തമായ പരിശോധനകളാണ് എറണാകുളം ജില്ലയിൽ ആകമാനം നടക്കുന്നത്. ജില്ലയിൽ 11 ദിവസത്തിനിടെ പിടിയിലായത് 210 പേർ. കൊച്ചി സിറ്റി പോലീസ് രജിസ്റ്റർ ചെയ്ത 142 കേസുകളിൽ 160 പേരാണ് പിടിയിലായത്. നഗരത്തിൽ 440 ഗ്രാം MDMA-ക്ക് പുറമെ 8 കിലോ കഞ്ചാവും പിടികൂടിയിട്ടുണ്ട്. എറണാകുളം റൂറൽ പോലീസ് 52 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. പെരുമ്പാവൂരിലടക്കം 650-ലേറെ റെയ്ഡുകളാണ് റൂറൽ പരിധിയിൽ നടന്നത്. ഈ പരിശോധനകളിൽ നിരവധി ലഹരിമരുന്ന് കേന്ദ്രങ്ങളും വിൽപ്പനക്കാരെയും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു. ഇതിനിടെ ഇന്നും പെരുമ്പാവൂർ നഗരത്തിൽ അടച്ചിട്ട മുറികളിൽ നിന്ന് വൻതോതിൽ നിരോധിത ലഹരി വസ്തുക്കൾ പിടികൂടി. മുറുക്കാൻ കടയുടെ മറവിൽ നിരോധിത ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തിവന്ന 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശ് സ്വദേശികളായ കരൺ, വികാസ്, രാംനാഥ്, അസം സ്വദേശി സദ്ദാം ഹുസൈൻ എന്നിവരാണ് പിടിയിലായത്. പെരുമ്പാവൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള കെട്ടിട സമുച്ചയത്തിൽ വാടകയ്ക്കെടുത്ത 6 മുറികൾ കേന്ദ്രീകരിച്ചായിരുന്നു നിരോധിത ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത്. ഒരു കാലത്ത് ഇതര സംസ്ഥാനക്കാരടക്കമുള്ള ലഹരി മാഫിയയുടെ പിടിയിലായിരുന്നു പെരുമ്പാവൂരടക്കമുള്ള എറണാകുളം ജില്ലയിലെ മേഖലകൾ. എന്നാൽ ഓപ്പറേഷൻ തൂഫാനിലൂടെ പെരുമ്പാവൂരിനെ ഉൾപ്പെടെ തിരികെ കൊണ്ടുവരാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ശക്തമായ അന്വേഷണവും ഒപ്പം തന്നെ പരിശോധനകളുമാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊച്ചിയിൽ ആകമാനം നടക്കുന്നത്. കൂടുതൽ പ്രതികൾ പിടിയിലാകുമെന്ന പ്രതീക്ഷ പോലീസിനുണ്ട്. ഷാഹിൻ ആന്റണി, ന്യൂസ് മലയാളം, കൊച്ചി.